ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴം ശർക്കരയും കൊണ്ടുള്ള സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് 2 നേന്ത്രപ്പഴം കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പഴുത്ത പഴമായാലും പഴുപ്പ് കുറഞ്ഞ പഴമായാലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അടിച്ചെടുക്കുന്ന സമയത്ത് 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം തന്നെ ഒഴിക്കണമെന്നില്ല, ഏത് പഴം വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതാ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് ഇത് കുറുകി കട്ടയായിട്ട് നിൽക്കും. നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആയിട്ട് വരും, ഒരു കട്ടയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. അപ്പോൾ നന്നായി കുറുകി വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സിയിലോട്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പോളം വെള്ളമാണ് ഞാൻ വീണ്ടും ഒഴിച്ചത്. അപ്പോൾ ഇത് നല്ലോണം കട്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നെ ഇതുപോലെ മിക്സാക്കി എടുക്കണം. മിക്സായിട്ട് നല്ലോണം യോജിച്ച് വന്നാൽ മാത്രമേ നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ആക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ആക്കി കിട്ടണം, നല്ല ലൂസായിട്ട് തന്നെ കിട്ടണം. പിന്നെ ഇത് നല്ല സാവധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, പക്ഷേ നമുക്ക് ആ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു സ്മെല്ല് മാറില്ല. ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഈ കൂട്ടിൻ്റെ ഒരു കളറ് മാറുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കണം. അതുകൊണ്ട് നല്ല സാവധാനത്തിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് നന്നായി മിക്സാക്കിയ ശേഷം ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തത്. അപ്പോൾ ആ കട്ടയുണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ശർക്കര ചീകിയതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ശർക്കരയാണിത്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ശർക്കര ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷം ഞാനിതാ ഫ്ലെയിം ഓണാക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്, നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ കുറച്ച് കോൺഫ്ലോർ മിക്സാക്കി വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് മിക്സാക്കി എടുത്തതാണിത്. അപ്പോൾ ഇത് മുമ്പേ റെഡിയാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ശർക്കരയും പഴവും നന്നായി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് വീണ്ടും ഒരു 10 മിനിറ്റോളം ഞാനിതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മളിത് കഴിയുന്നത്രയും ടൈം ഇതുപോലെ സ്ലോ കുക്ക് ചെയ്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഈ ഒരു പഴത്തിൻ്റെ ഒരു കളർ മാറണം, നല്ലൊരു മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറാവുന്ന വിധത്തിൽ നമ്മളിതുപോലെ ഇളക്കിയെടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ആ ഒരു സ്റ്റേജ് വരെ നല്ലോണം കുറുകി വരുന്നവരെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ആണ് ഒഴിച്ചത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഇനി കട്ടയായിട്ട് വരും. അപ്പോൾ പാനിൽ നല്ല ഇങ്ങനെ ഒലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള അത്രയും വരെ നമുക്കതിനെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിലുള്ള ആ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. പിന്നെ ഇതാ ഞാൻ 1/2 ടീസ്പൂണോളം നെയ്യ് വീണ്ടും ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജ് വരെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ കുറുകിയിട്ട് തന്നെ നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹൽവ പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആയ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾ സെറ്റാക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് ലെവലാക്കി എടുക്കണം. നല്ല ഷേപ്പായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ചൂടോട് കൂടി കട്ട് ചെയ്താൽ അതിനൊരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്തതാണ്. നമ്മളിത് നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ഏത് പഴം ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് ഇനി അടുത്തൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക്.
അപ്പോൾ ഇത് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കിസ്മിസിൻ്റെയും കളർ ജസ്റ്റ് ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. മധുരത്തിനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാരയിൽ അലിഞ്ഞ് മുട്ടയിൽ ചേർന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം അത് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഈ ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു സ്നാക്കിലോട്ട് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല. പഴുപ്പ് കുറഞ്ഞതായാലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വയറ്റുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. നല്ല ഉടഞ്ഞ് കിട്ടുന്ന പോലെയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ നമ്മളതിൽ കുറച്ച് കൂടുതൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നല്ലോണം ഉടച്ചെടുക്കണം. പഴുത്തതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ഉടഞ്ഞിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇത് മിക്സാക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ലോണം ഉടഞ്ഞ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ തേങ്ങ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് മാത്രമാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഒരു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ഫുള്ള് ചേർക്കുന്നില്ല. 1/4 കപ്പോളം ബാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഈ ഒരു കപ്പ് ഫുള്ള് തന്നെ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഈ ഒരു റവ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു മിക്സാക്കുന്ന സമയത്ത് പഴവും നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായി മിക്സാക്കിയ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു ഇളം ചൂടുണ്ടെന്ന സമയത്ത് തന്നെ നമ്മളിത് ചെയ്യണം. എന്നാലും മാത്രമേ നല്ല രീതിയിൽ ഷേപ്പാക്കി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഹാർഡായി പോകും പെട്ടെന്ന്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ലൂസായിട്ടും വരും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഷേപ്പാക്കാനും പറ്റുന്നത്. ചൂടോട് കൂടി തന്നെ നമുക്ക് ഓരോ ബോൾസാക്കി മാറ്റാം. ചൂടോട് കൂടി ചെയ്താൽ നമുക്ക് ഏത് ഷേപ്പ് ആക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മുട്ടേൻ്റെ ഫില്ലിങ് ഇതിൻ്റെ നടുവിൽ വെച്ച് നമുക്കൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കാനും പറ്റും. ഇതുപോലെ റൗണ്ട് ഷേപ്പിലും ആക്കാം. പിന്നെ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അതും ഇതുപോലെ നമ്മൾ ഈ പഴം ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലും ആ ഒരു മുട്ട ഫില്ലിങ് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ മുട്ടേൻ്റെ ഭാഗമൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളറാവുന്ന വരെ നമ്മളിത് പൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ട്രൈ ചെയ്ത് നോക്കേ. ഇനി അടുത്തൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ കൊണ്ട് 2 ടൈപ്പുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് നല്ല പഴുത്തൊരു നേന്ത്രപ്പഴമാണ് വേണ്ടത്. തൊലി കറുത്ത നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്ത് റെഡിയാക്കാം. ഒരു പാനിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം.
ഇനി ഒരു പാനിലിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് നട്ട്സ് ഇതിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് റൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ നെയ്യിൽ കിടന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി കിട്ടിയാൽ മതി, അത്രയും ഡ്രൈ ആയാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴമാണ് ചേർക്കാനുള്ളത്. ഇനി ഇതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി നല്ല ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സാക്കുന്ന സമയത്ത് തന്നെ നന്നായി മിക്സാക്കി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റായിട്ടുണ്ട്, അതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പഴം ഇവിടെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ച ശർക്കരയൊന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. പഴത്തിലേക്ക് കുറച്ച് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ശർക്കര ചേർത്തത്. ഇതിന് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ ശർക്കര കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് ശർക്കര ചേർക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ അതും ഇട്ട് നന്നായി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ പഴം ഉണ്ടാക്കി വരുമ്പോൾ ആ ഒരു പുളിപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ പുളി വേറെ തന്നെ ആയിട്ടുണ്ടാവും. ഇനി കുറച്ച് കുഴിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്തത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മെൽറ്റാക്കി വെച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് ശർക്കരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ ഇതിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്കൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ 1 കപ്പ് ശർക്കരയും ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളവും ആയിട്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. ഇത്ര ലൂസിൽ വേണം. ഇനി നമ്മൾ മിക്സാക്കി വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ പഴം കൂടി ഇടുമ്പോൾ ഇത് ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് ലാസ്റ്റ് പറയാം മാത്രം വെള്ളമാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. നമുക്കൊരു കുറച്ചും കൂടെ ലൂസിലാണ് വേണ്ടത്, ഒന്ന് കോരി ഒഴിക്കാൻ പറ്റുന്ന പോലത്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയിലല്ല നമുക്ക് വേണ്ട, കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ പിന്നെ ഇതിൽ ഉപയോഗിച്ച ശർക്കരയും കറക്റ്റാണ്, നല്ല പാകത്തിനുള്ള മധുരം ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൂസിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പഴം വാട്ടുന്ന സമയത്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യും നമ്മൾ ആദ്യം പഴം വാട്ടുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തതാണ്. അതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു പഴം കൂടി കട്ട് ചെയ്ത് വെച്ചതന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഫോയിലോ മറ്റോ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലേക്കൊന്ന് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായി അടച്ച് ഒരു അരമണിക്കൂർ വരെ വേവിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത് പകുതി മാത്രമാണ് നമ്മൾ ആവിയിൽ വേവിക്കുന്നത്. ഇതിലേക്കായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണിനും കുറവായിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇതൊട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പം ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇവിടെ എനിക്ക് 4 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കേണ്ടി വന്നത്. അപ്പോൾ അത് ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റവ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ആവിയിൽ വെച്ചത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുത്തി നോക്കാം. കുത്തി നോക്കുന്ന സമയത്ത് സ്റ്റിക്കാകുന്നില്ലെങ്കിൽ നമുക്കത് എടുക്കാം. അതിൻ്റെ ഉൾഭാഗം വേവാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂടെല്ലാം ആറിയ ശേഷം ആണ് കട്ട് ചെയ്യേണ്ടത്. ചൂടാറിക്കഴിഞ്ഞാൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സ്നാക്ക് തന്നെയാണ്. നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉഗ്ര സ്നാക്ക്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്ത ഐറ്റമോ റെഡിയായി. ഇതുപോലെയുള്ള ഉണ്ണിയപ്പ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോരിയിട്ടാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് എണ്ണയിലിട്ട് പൊരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഈ ഒരു ആവിയിൽ വേവിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം തന്നെ വേണം. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കണം. പിന്നെ ചൂടോടുകൂടി കട്ട് ചെയ്യാതെ ചൂടാറിയ ശേഷം എടുക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നേന്ത്രപ്പഴം ശർക്കരയും കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പുള്ള റെസിപ്പീസും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.